السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. صدق الله مولانا العظيم. يا أصحاب الوقت ويا صاحب الوقت أعظ نيابة عنكم وأضع جبهتي تحت قدميكم وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് ഓരോ സമയങ്ങളും നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പച്ചയായി പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണത്. അതിലാദ്യം പറയുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് മിൻ അൻഫുസിഹിം, അവരുടെ സ്വശരീരങ്ങളെക്കാൾ, നമ്മുടെ ശരീരത്തേക്കാൾ നമുക്ക് ബന്ധപ്പെട്ടത് മുത്തു റസൂലാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ. അപ്പം നമ്മളെ ശരീരത്തേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത്, ശരീരത്തേക്കാൾ നമുക്ക് കടമയുള്ളത്, മറ്റുള്ളതൊക്കെ അതിൻ്റെ പിന്നിലാണല്ലോ. അപ്പം നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടത്, ബന്ധപ്പെട്ടത് ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായാണ്. അടുത്ത വാചകേതാ? വഅസ്വാജുഹു ഉമ്മഹാതുഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, ഹബീബായ തങ്ങളുടെ ഭാര്യമാർ ഒരിക്കലും സാധാരണ സ്ത്രീകളെപ്പോലെയല്ല. പിന്നെയോ ഉമ്മഹാതുഹും, അവർ വിശ്വാസികളായ ആളുകളുടെ ഉമ്മമാരാണ്. അപ്പം ഈ ഉമ്മത്തിൻ്റെ ഉമ്മമാരാണവർ. അതിലാദ്യം വരുന്ന ആളാണ് സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ തന്നെ കാണാം,
യാ നിസാ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. ഓ നബി തങ്ങളുടെ ഭാര്യമാരെ, ഹബീബായ തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല, ഒരാളെപ്പോലെയുമല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ എന്ന പദവിയിലേക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മഹദി എത്തുന്നതോടെ, അതിനു മുമ്പ് അവരാരോ ആകട്ടെ, ഇപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവര് 2 പ്രാവശ്യം വിവാഹം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല അവസ്ഥയിലുണ്ടാവും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിലേക്ക് അവർ വന്നതോടുകൂടി അവർ സാധാരണ സ്ത്രീയല്ല. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നബിയെ അങ്ങയുടെ ഭാര്യമാർ, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടെന്ന് പറയാണ്, നിങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി മറ്റുള്ള സ്ത്രീകളിൽ ഒരാളെപ്പോലെയുമല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹബീബിലേക്ക് ചേർക്കപ്പെട്ടതോടുകൂടി പിന്നെ ആ വസ്തുവിൻ്റെ പവർ കൂടിയില്ലേ? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു വസ്തുവിനെ ചേർക്കുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പള്ളി, മസ്ജിദുൻ നബവി. അപ്പം അതിന് പ്രാധാന്യം കൂടി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം, അപ്പം അതിന് പ്രാധാന്യം കൂടി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ഒരു വസ്തു വരുമ്പോൾ ആ വസ്തുവിന് മഹത്വം കൂടുകയാണ്. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്താൽ ആ വിവാഹം ചെയ്ത ഉമ്മയായല്ലോ, പിന്നെന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ള ആളുകൾ അവരെ വിവാഹം ചെയ്യാൻ പോലും പാടില്ലെന്നാണ് പരിശുദ്ധ ദീനിൻ്റെ നിയമം. അപ്പം അത് വളരെ കർശനാണ്. അങ്ങനെ വളരെ ആദരവുള്ളവരാണ് അവർ എന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ആയത്ത് പറഞ്ഞത്. ആരായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ? എങ്ങനെയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായി വരുന്നത്? ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചെറുപ്പകാലം മക്കയിൽ വരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വളരുന്നു. അൽ അമീനായി, അസ്വാദിഖായി വളരുന്ന കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 25 വയസ്സ് പ്രായം. ചരിത്രകാരന്മാർ ചരിത്രം പറയുന്നത് കാണാം. ഇബ്നു ഇസ്ഹാഖ് തങ്ങളുടെ സീറയിൽ നിന്ന് നമുക്ക് വായിക്കാം. അതിൽ കാണുന്നു, കാനത്ത് ഖദീജ ബിൻതു ഖുവൈലിദ് ഇംറഅത്തൻ താജിറത്തൻ ദാത ശറഫിൻ വമാൽ തസ്തഅ്ജിറു الرجال على മാലിഹാ. ഖുവൈലിദ് എന്നവരുടെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. മക്കയിലെ വലിയ അറിയപ്പെട്ട ബിസിനസ്സുകാരിയായിരുന്നു അവർ. താജിറത്തൻ ദാത്ത ശറഫ്, ജാഹിലിയത്തിൽ തന്നെ വലിയ മഹത്വമുള്ളവരായിരുന്നു അവർ. അവരുടെ സ്വഭാവവും അവരുടെ നിലപാടുകളും അന്ന് തന്നെ മക്കക്കാർക്ക് മുഴുവനും അറിയുമായിരുന്നു. വമാൽ, വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു അവർ.
വലിയ വലിയ ബിസിനസ് നടത്തുകയും ധാരാളം സമ്പത്തുകൾ ഉണ്ടാവുകയും ആ നിലക്കും അറിയപ്പെട്ട ആളായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെ അവർക്ക് സാധാരണയിൽ ഒരു പതിവുണ്ടായിരുന്നു. അതെന്താ? ഖാനത്ത് സിറയിൽ പറയുന്നത് തസ്തഅ്ജിറു റിജാല അലാ മാലിഹ. കച്ചവടത്തിന് പോകുമ്പോൾ അതിൻ്റെ നേതൃനിരയിൽ വിശ്വസ്തരായ ഒരാളെ ബീവി കച്ചവടത്തിൻ്റെ നേതൃരംഗത്ത് അഥവാ അതിൻ്റെ അമീറായി നിയോഗിക്കും. അങ്ങനെയായിരുന്നു ബീവിയുടെ പതിവ്. അങ്ങനെ കാണാം. ഫലമ്മ ബലഗഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബലഗഹ മിൻ സുദ്ഖി ഹദീസിഹി വഇളമി അമാനത്തിഹി വകറമി അഖ്ലാഖിഹി ബഅസത് ഇലൈഹി ഫഅറളത് അലൈഹി അൻ യഖ്റുജ ലഹാ ഫീ മാലിഹാ താജിറൻ ഇല ശാം. ഇബ്നു ഇസ്ഹാഖ് എന്നവരുടെ സീറയിൽ കാണുന്നു. ഖദീജ ബീവി അറിയുകയാണ് ആരെക്കുറിച്ച്? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ ഒരു ചെറുപ്പക്കാരൻ, അവരുടെ വിശ്വസ്തതയും സത്യസന്ധതയും നാട്ടിലെല്ലാവർക്കിടയിൽ ചർച്ചയാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ബീവി അറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രത്യേകമായി തന്നെ അവരെ സൃഷ്ടിച്ചതാണ് എന്ന് നമുക്കറിയാം. പിന്നെ അതിലേക്ക് എത്തിച്ചേരാനുള്ള ചില കാരണങ്ങളും ഭൗതികമായ ചില വഴികളും ഉണ്ടാകും. അത് വേറെ ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തതയും സത്യസന്ധതയും ബീവി അറിഞ്ഞപ്പോൾ ഒരാളെ പറഞ്ഞയച്ചു. നിങ്ങൾ നമ്മുടെ കച്ചവട സംഘത്തിന് നേതൃത്വം നൽകണം. ഷാമിലേക്കുള്ള നമ്മുടെ കച്ചവട സംഘം അടുത്ത് പുറപ്പെടാനുണ്ട്, അത് നിങ്ങൾ നയിക്കണം എന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളിലേക്ക് ഒരാളെ പറഞ്ഞേക്കുകയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ് ആകുന്നേ ഉള്ളൂ. സാധാരണ കച്ചവടത്തിന് പോകുമ്പോൾ കൂലിക്ക് വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നൽകുന്നതിനേക്കാൾ നല്ല കൂലിയും നൽകാമെന്ന് ബീവി പറഞ്ഞു. കൂടെ അവർക്കുള്ള ഒരു അടിമയുണ്ട്, മൈസറത്ത് എന്ന പേര്, അവരുണ്ടാകും. ഫഖബിലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ ആ ആവശ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ ഒരാളായി, ഒരു പ്രതിനിധിയായി ഷാമിലേക്ക് പോകുന്നത്. കൂടാരുണ്ട്. ഖറജ മഅഹു ഗുലാമുഹാ മൈസറ ഹത്താ നസല ഷാം. ഷാമിലേക്കുള്ള യാത്രയാണ്. കൂടെ മൈസറത്ത് എന്ന ഖദീജ ബീവിയുടെ അടിമയുണ്ട്, വേറെയും ആളുകളുണ്ട്. ആ യാത്രയിൽ വലിയ വലിയ അത്ഭുതങ്ങൾ കാണുകയാണ്. ആ അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച ആ മൈസറ അവര് ഖദീജ ബീവിയോടൊന്ന് പറയുന്നു. ഖദീജ ബീവി വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. അതിൽ പ്രധാനപ്പെട്ട ഒരനുഭവമായി രേഖപ്പെടുത്തുന്നത് കാണാം. ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിശ്ശാം ഫീ ളില്ലി ഷജറ ഖരീബൻ മിൻ സൗമഅത്തി റാഹിബിൻ മിനർ റുഹ്ബാൻ.
ഷാമിലെത്തിയപ്പോൾ, സിറിയയിലെത്തിയപ്പോൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരച്ചുവട്, ആ മരം, അതിൻ്റെ സമീപത്ത് തന്നെ ഒരു പുരോഹിതന്റെ കൂടാരമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ പുരോഹിതൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അദ്ദേഹം ഫത്വല അർവാഹിബു ഇലാ മൈസറ, ഖദീജ ബീവിൻ്റെ അടിമയായ മൈസറത്തിനോട് ആ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, മൻ ഹാദർ റജുലുല്ലദീ നസല തഹ്ത അശ്ശജറ, ഈ മരച്ചുവട്ടിലിരിക്കുന്നവർ ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഹാദാ റജുലുൻ മിൻ ഖുറൈശ് മിൻ അഹ്ലിൽ ഹറം, ഞങ്ങൾ മക്കയിൽ നിന്നുള്ള കച്ചവട സംഘമാണ്, ഹറമിൻ്റെ അഹ്ലുകാരാണ്, ഖുറൈശി തറവാട്ടിലെ പ്രധാന ആളാണ് ഇരിക്കുന്നത്. അദ്ദേഹം വേദങ്ങൾ പഠിച്ച ആളാണ്, തൗറാത്ത് ഇഞ്ചീലൊക്കെ നോക്കിയ ആളാണ്. ഈ കാലത്ത് ഒരു റസൂല് വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയ പുരോഹിതനാണ്. അദ്ദേഹം പറഞ്ഞു, മാ നസല തഹ്ത ഹാദിഹി അശ്ശജറ ഇല്ലാ നബിയ്യുൻ, ഈ മരച്ചുവട്ടിലിരിക്കുന്നത് ഇത് സാധാരണക്കാരനായ ഒരാളല്ല, ഇതൊരു നബിയാണ്. ഫഅഖ്ബല ഖാഫ് ثم أقبل قافلا إلى مكة. അപ്പോൾ മൈസറത്തൊക്കെ നോട്ട് ചെയ്തു. അതിൽ തന്നെ കാണാം നല്ല ചൂടുള്ള, അതൊക്കെ രേഖപ്പെടുത്തി, ഇദാ കാനത്തിൽ ഹാജിറ വസ്തദ്ദൽ ഹർറു യറാ മലക്കൈനി യുളില്ലാനിഹി മിനശ് ശംസി വഹുവ യസീറു അലാ ബഈറി. മൈസറത്ത് തന്നെ അന്ന് കാണാണത്. എന്താ പറഞ്ഞേ? നല്ല ചൂട് ശക്തമായി വരുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്താണല്ലോ ആ കച്ചവട സംഘത്തിലുള്ളത്. മലക്കുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നത് കാണുകയാണ്. മേഘം തണലിട്ട് കൊടുക്കുന്നത് കാണുകയാണ്. ഓരോ സമയത്ത് ഓരോ രൂപത്തിൽ കാണുകയാണ്. ചരിത്രം അതൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം. വിശാലമാണത്. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ! മാത്രമല്ല, സാധാരണ കച്ചവട സംഘത്തിന് ലഭിക്കുന്ന ലാഭത്തേക്കാൾ വലിയ ലാഭമാണ് ആ കച്ചവട സംഘത്തിനുണ്ടായത്. മക്കയിൽ തിരിച്ചെത്തി വളരെ വിശ്വസ്തയോടെ, ഒന്നും നഷ്ടപ്പെടാതെ, ഒരു കളങ്കവുമില്ലാതെ, കള്ളത്തരമില്ലാതെ ആ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി പൂർത്തിയാക്കുകയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നേരത്തെ തന്നെ അറിയാം, സ്വാദിഖാണ്, അല്ലമീനാണ്. അതുപോലെ തന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ, ഇതൊക്കെ അറിയാം ബീവിക്ക്. അതിൻ്റെ പുറമെ ഇതുകൂടിയായപ്പോൾ മൈസറത്തിൻ്റെ വിശദീകരണം കൂടിയായി. ഇന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ കാണുകയാണ്, ഇന്ന രൂപത്തിൽ മേഘം തണലിട്ട് കൊടുത്തത്, ആ പുരോഹിതൻ പറഞ്ഞത്, ഇതെല്ലാം കൂടി ആയപ്പോൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭർത്താവായി കിട്ടണം എന്ന ആഗ്രഹത്തിലേക്ക് വരികയാണ്. അന്ന് ഖദീജ ബീവിയുടെ പ്രായം 40. നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതത്തിൻ്റെ തുടക്കം അന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സാകുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ 40 വയസ്സുണ്ട് എന്ന് മാത്രമല്ല, നേരത്തെ 2 പ്രാവശ്യം വിവാഹം ചെയ്യപ്പെടുകയും 2 ഭർത്താക്കന്മാരും നേരത്തെ മൗത്താവുകയും ചെയ്ത അവസ്ഥയിലാണ് ബീവിയുടെ
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള നിക്കാഹ് നടക്കുന്നത്. വലിയ സംഭവമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സമ്മതിച്ചു. കാരണം അന്ന് തന്നെ നിർദ്ദേശത്തിലാണല്ലോ നബി തങ്ങളുടെ പ്രവർത്തനം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് ഇനി ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. ഖദീജ ബീവിയെക്കുറിച്ച് റസൂല് പറഞ്ഞ സംഭവങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ഇതായിരുന്നു അതിൻ്റെ തുടക്കം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ബീവി താങ്ങും തണലുമായി 25-ാമത്തെ വയസ്സ് മുതൽ 40-ാമത്തെ വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ഭർത്താവായി തീർത്തും മാതൃകാപരമായ ദാമ്പത്യം. അന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റ് ഖുർആന്റെ വചനങ്ങളൊന്നും വരുന്നില്ലല്ലോ. പക്ഷേ ആ കാലയളവിൽ പോലും മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മാതൃകയായി എവിടെയും. ഇനി നോക്കൂ നിങ്ങൾ, പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിലേക്ക് നമുക്ക് വരാം. എല്ലാവരും എല്ലാ ഹദീസിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ 40-ാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് അല്ലാ എന്ന ഒറ്റ ആ ചിന്തയിൽ ഇരുന്ന ഇരുത്തം അതെല്ലാവരും രേഖപ്പെടുത്തിയതാണ്. സഹീഹുൽ ബുഖാരി അടക്കം എല്ലാ കിതാബിലും കാണാം. ഖദീജ ബീവിയുടെ സമയമായിരുന്നു അത് എന്ന് മുഴുവൻ മുഅർരിഖീങ്ങളും ഒന്നിച്ചു പറഞ്ഞ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകുന്നു. അത് പൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ആദ്യം സ്വപ്നങ്ങൾ, പുലരുന്ന സ്വപ്നങ്ങൾ വഹീന്റെ തുടക്കമായി മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണും. അതിലൊക്കെ വേറെയും പല സംഭവമുണ്ട്, അത് വിശദീകരിക്കുന്ന സമയമല്ലല്ലോ. അങ്ങനെയാണ് ആ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത്. അവിടെ നമ്മൾ പോകുമ്പോൾ ഇന്നിപ്പോൾ അവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. കയറിപ്പോയി നമുക്ക് ആ ഹിറ എന്ന് പറയുന്ന ഹിറാ ഗുഹയിൽ പോകാനും കാണാനൊക്കെ ഉള്ള അവസരമുണ്ട്. പക്ഷെ വളരെ പ്രയാസപ്പെട്ട് നമ്മൾ കയറി അവിടെ എത്തണം. അന്നത്തെ കാലത്ത് സ്റ്റെപ്പും തോന്നില്ലല്ലോ. വിശാലമായ മല, ആ പർവ്വതത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി അല്ലാഹുവിൻ്റെ നിർദ്ദേശത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ഒരു ദിവസം തന്നെ പലതവണ കയറിയിറങ്ങുന്നു. ഖദീജ ബീവിയുടെ ആ മഹബ്ബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, അത് പ്രകടമാകുന്നതായിരുന്നു ഹിറാ ഗുഹയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച ആ കാലം. അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഭാഗമാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ഇഖ്റ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്. മാ അന ബിഖാരി, എനിക്ക് ഓതാൻ നിർദ്ദേശം ഇല്ല. ഓതണമെങ്കിൽ എനിക്ക് സ്പെഷ്യൽ നിർദ്ദേശം ആവശ്യമുണ്ട്. അതില്ലാത്തത് കൊണ്ട് ഞാൻ ഓതുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇഖ്റ ബിസ്മി ഓതി കൊടുത്തു. ചരിത്രം നമുക്കറിയാം. വഹീന്റെ തുടക്കം റമദാനു ശരീഫിലായിരുന്നു എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ സംഭവമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകമായി വന്ന്, സാധാരണയുള്ള വരവല്ല, പ്രത്യേകമായി വന്ന് ആ വഹീന്റെ തുടക്കമുണ്ടായപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിയല്ലോ. എന്നിട്ട് പിന്നെ ഹിറാ ഗുഹയിൽ നിന്ന് വരികയാണ്. ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജുഫു ഫുആദു ഫദഖല അലാ ഖദീജ ബിൻതി ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വീട്ടിലേക്ക് വരുന്നു. അവിടെയാണ് ഖദീജ ബീവിയുടെ ഇടപെടൽ. ഖാല സമ്മിലൂനി സമ്മിലൂനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറയുകയാണ് അവരോട്. അങ്ങനെ ഫഖാല ലി ഖദീജ വഅഖ്ബറഹാ. അവിടെയുണ്ടായ അനുഭവങ്ങൾ ഓരോന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ലഖദ് ഖസീതു അലാ നഫ്സി, ഞാൻ എനിക്ക് വല്ലതും സംഭവിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു പോയി. ഫഖാലത്ത് ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ പറഞ്ഞ സംസാരങ്ങൾ സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നു. എല്ലാ ഹദീസിന്റെ കിതാബിലും ഉണ്ട്. എന്താണതിൽ പറയുന്നത്? കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. ഖദീജ ബീവി പറഞ്ഞ വാക്കുകളിൽ ഏത് കാലത്തും ചരിത്രം അനുസ്മരിക്കുന്ന ഏറ്റവും വലിയ വാചകങ്ങളായിരുന്നു അത്. കല്ലാ, ഒരിക്കലും അങ്ങയെ അല്ലാഹു തആല നിന്ദിക്കുകയില്ല, അങ്ങയെ അല്ലാഹു കൈവടിയുകയില്ല. വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ, അങ്ങയെ ഒരിക്കലും അല്ലാഹു തആല നിന്ദിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹീം വതഹ്മിലുൽ കല്ല് വതഖ്സിബുൽ മഅദൂം വതഖ്രിൽ ളൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ്. ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും മറ്റ് അമ്പിയാക്കൾക്ക് പോലും മേലെയാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഏത് കാലത്താ? 40 വയസ്സാകുന്ന സമയം. അന്ന് വഹീന്റെ തുടക്കമാണ്. അവിടെയാണ് ബീവി സംസാരിക്കുന്നത്. ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയല്ലേ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണല്ലോ, അല്ലാഹു നിങ്ങളെ നിന്ദിക്കുകയില്ല, അവിടത്തെ കൈയൊയ്യുകയില്ല. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന ആളാണങ്ങ്. ഒന്നുമില്ലാത്ത ആളുകളെ സഹായിച്ചവർക്ക് വേണ്ടത് ചെയ്യുന്ന ആളാണ് അങ്ങ്. മാത്രമല്ല അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. ഇങ്ങനെ തുടങ്ങി സത്യത്തിൻ്റെ മേലിൽ അങ്ങ് ആരെയും സഹായിക്കുന്ന ആളാണ്. അസത്യമെന്നത് അങ്ങയുടെ ജീവിതത്തിലില്ല എന്ന് തുടങ്ങി ബീവി വളരെ വലിയ വാക്കുകളാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. ഫന്തലഖത് ബിഹി ഖദീജ ഹത്താ അതത് വറഖത്ത് ഇബ്നു നൗഫൽ. അങ്ങനെ ഖദീജ ബീവിയുടെ പിതാവിൻ്റെ സഹോദരൻ കൂടിയായ അന്നത്തെ ജീവിച്ചിരിക്കുന്ന പുരോഹിതന്മാരുടെ ഹെഡ് വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. വറഖത്ത് ഇബ്നു നൗഫലിന് പ്രമാണങ്ങൾ അറിയാം.
ചരിത്രങ്ങൾ അറിയാം, വേദങ്ങൾ അറിയാം. കാനംറഅൻ തനസ്വറ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് തന്നെ ക്രിസ്തുമതം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ആ വഴിയിൽ വരുന്ന ആളാ. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോവാണ്. വകാന ശൈഖൻ കബീറൻ ഖദ് അമിയ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അന്ന് മൂപ്പര് വയസ്സായിട്ടുണ്ട്, കണ്ണൊന്നും കാണുന്നില്ല, കാഴ്ചയൊക്കെ പോയിട്ടുണ്ട്. ഖദീജ ബി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഖദീജയാണെന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താണ്? യബ്ന അഖി മാദാ തറാ ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ മാ റആ. ഹിറാ ഗുഹയിൽ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുകയാണ്. കേട്ട് വറഖത്ത് ഇബ്നു നൗഫലിന്റെ പ്രതികരണം ബുഖാരിയിൽ, ഫഖാല ലഹു വറഖ ഹാദാ الناموس الذي نزل الله على موسى يا ليتني فيها جذعا ليتني أكون حيا إذ يخرجك قومك. പറഞ്ഞു കൊടുത്തു, ഇത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമീപത്തും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സമീപത്തുമൊക്കെ വന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണിത്. എന്നിട്ട് പറയാ, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ. എന്നിട്ട് അവിടുന്ന് പറയാണ്, ലൈതനി അകൂന ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക. അങ്ങയുടെ ആളുകൾ, ഈ മക്കക്കാർ അങ്ങയെ ഈ മക്കയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാക്കി മദീനയിലേക്ക് പോകുന്ന സമയമുണ്ട്. അപ്പൊ ചോദിക്ക, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമോ? ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമോ? ഖാല നഅം, അത് സംഭവിക്കും, അത് ഞങ്ങളുടെ വേദങ്ങളിൽ പറഞ്ഞതാണ്. വഇൻ യുദ്രിക്നി യൗമുക അൻസുറുക നസ്റൻ മുഅസ്സറ. അന്ന് ഞാനുണ്ടായിരുന്നുവെങ്കിൽ എന്നാ മൂപ്പര് പറയുന്നത്, അങ്ങയുടെ ആളുകൾ അങ്ങയെ വിഷമിപ്പിക്കും. മാത്രല്ല, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്ലി മാ ജിഅത ബി ഇല്ലാ ഉദിയ. അല്ലാഹുവിൽ നിന്ന് ഇങ്ങനെയുള്ള സന്ദേശങ്ങളുമായി വന്നപ്പോൾ ആ സമയങ്ങളിലൊക്കെയും അവര് അത്തരം ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതാണ് ചരിത്രം എന്നൊക്കെ പറഞ്ഞു. ഒരല്പസമയം കഴിഞ്ഞ് അവർ വഫാത്താവുകയും ചെയ്തു. വറഖത്ത് ഇബ്നു നൗഫലിന്റെ സമീപത്ത് ചെല്ലുന്നു, ഈ വിഷയങ്ങളൊക്കെ പറയുന്നു. ബീവി കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നതെന്നും ഹബീബായ തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നേരിട്ടറിയാനും വിശ്വസിക്കാനും പറ്റിയ അവസരം കിട്ടിയ ബീവിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെ ആദ്യമായി വിശ്വസിച്ച ആൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ആയിരുന്നു എന്ന് എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഈ വിവരങ്ങൾ എത്തുന്നതിന് മുമ്പ് ബീവിക്കാണല്ലോ അത് കിട്ടിയത്. പുരുഷന്മാരിൽ നിന്ന് ആദ്യം സ്വീകരിച്ച ആള് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഹബീബായ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുതൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേക ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അക്രമങ്ങൾ തുടങ്ങി. പല രൂപത്തിലും ആക്രമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ
എല്ലാം കൊടുത്ത് പൂർണ്ണമായി വിധേയപ്പെട്ട് നിന്നവരിൽ ആദ്യത്തെ പേര് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എല്ലാ ഖുറൈശി പ്രമുഖരെയും വിളിച്ചു വീട്ടിലേക്ക് ക്ഷണിച്ച് എൻ്റെ എല്ലാ സമ്പത്തും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ഖദീജ വലിയ മുതലാളിയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്പത്തില്ല എന്ന് പറയണ്ട, എൻ്റേതെല്ലാം അവിടത്തേക്കുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ബീബി റളിയല്ലാഹു അൻഹാ. പിന്നെ അവിടെ നിന്നങ്ങോട്ട് അക്രമങ്ങളുടെ ദിവസങ്ങൾ. പക്ഷേ എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കുകയാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. പ്രത്യേകിച്ച് ഈ ആഖിറുസ്സമാനിൽ മശായിഖന്മാരാഹിലിൽ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഒറ്റപ്പെടുത്തലുകൾ വരും, പ്രയാസങ്ങൾ വരും, അക്രമങ്ങൾ വരും, ആരോപണങ്ങൾ വരും, കളവുകൾ ഉണ്ടാക്കി പറയും, പരിഹസിക്കും, ഒരു വിലയുമില്ലാതെയാകും. അവിടെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ബീവിയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നതാണ്, അവര് നല്ല സാമ്പത്തിക ശേഷിയുള്ള, എല്ലാ അർത്ഥത്തിലും ആഡംബരത്തിലും സുഖത്തിലും ജീവിച്ച ബീവിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നേരത്തെ 40 വയസ്സ് മുത്തു റസൂലിന് പൂർത്തിയാകുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്ത് കിട്ടി, ദഅവത്തുമായി മുന്നോട്ട് പോയി, എല്ലാം സമർപ്പിച്ചു മുത്തു റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ കളിയാക്കുമ്പോൾ, അവർ പരിഹസിക്കുമ്പോൾ എല്ലാം സമാധാനപ്പെടുത്തി കൂടെ തന്നെ നിന്ന ഭാര്യയാണ് റളിയല്ലാഹു അൻഹാ. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ വന്ന് അബൂ ത്വാലിബിനോടും അതുപോലെയുള്ള ആളുകളോടും പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ വകവരുത്തി കൊന്നുകളയാം. അങ്ങനെ പലരും വന്ന് പറഞ്ഞെങ്കിലും അബൂ ത്വാലിബിനെ പോലെയുള്ളവർ അത് അംഗീകരിച്ചില്ല. ചരിത്രം വിശാലാണ്. അവസാനം മുശ്രിക്കീങ്ങൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. താരീഖിന്റെ കിതാബിൽ കാണാം, അജ്മഉ അലാ ദാലിക് ഇജ്തമഅൽ മുശ്രികൂന മിൻ ഖുറൈശ് ഫഅജ്മഉ അംറഹും അല്ലാ യുജാലിസൂഹും വലാ യുബായിഊഹും വലാ യദ്ഖുലൂ ബുയൂതഹും ഹത്താ യുസല്ലിമു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഖത്ൽ. മക്കയിലെ മുശ്രിക്കുകൾ കൂടി ഐക്യകണ്ഠേന മുഷാവറ പാസാക്കി. എന്ത്? മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി വിട്ടുതരുന്നില്ലെങ്കിൽ ഇനി മുഹമ്മദിന്റെ ആളുകളായി ഇവിടെയുള്ള എല്ലാവർക്കും നേരെ ഉപരോധം. എന്തായിരുന്നു അവരുടെ തീരുമാനം? അല്ലാ യുജാലിസൂഹും, അവരെ കൂടെ ഇരിക്കൂല, വിട്ടുനിൽക്കണം. വലാ യുബായിഊഹും, അവരോട് ഇനി ഇടപാടുകൾ നടത്താൻ പാടില്ല. മക്കക്കാരൊന്നിച്ച് തീരുമാനിക്കുകയാണ്, ഐക്യകണ്ഠേനയാണ്, എതിരഭിപ്രായങ്ങളില്ല. എതിരഭിപ്രായമുള്ളവരൊക്കെ മുത്തു റസൂലിന്റെ കൂടെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും പിടിവിട്ട സമയമാണത്. വലാ യദ്ഖുലു ബുയൂതഹും, അങ്ങനെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് തന്നെ പോകാൻ പാടില്ല. ആരെ കൂടെ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണത് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതൊക്കെ പഴയ കാലത്ത് തന്നെ തുടങ്ങി വെച്ചതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള സ്വഹാബികൾ, അതുപോലെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, അതുപോലെ അന്നത്തെ അടിമകളായ പാവപ്പെട്ട സ്വഹാബികൾ അവർ കൂടെയുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടിയൊന്നൊറ്റ കാരണത്താൽ മക്കയിൽ വലിയ ബഹിഷ്കരണം വരികയാണ്. മാത്രമല്ല വകതബൂ ഫീ മക്രിഹിം സ്വഹീഫതൻ വഉഹൂദൻ വമവാസീഖ്, ഒരു പ്രത്യേക കരാറായി തന്നെ മക്കക്കാർ അത് രേഖപ്പെടുത്തുകയും കഅബയിൽ അത് എഴുതി തൂക്കുകയും ചെയ്തു എന്നാണ്. എന്താണ് ആ കരാറിലുള്ളത്? റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടിയ ആളുകളോട് ഇനി ഇടപാടുകൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അവർ സാധനങ്ങൾക്ക് വേണ്ടി വരും, കൊടുക്കാൻ പാടില്ല, കടക്കാർക്ക് നിയമം. ആ കൂടെ കൂടിയ ഒരാൾക്ക് ഇനി ഒരു പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ആ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിന് ഭർത്താവായി മറ്റൊരാളെ കൊടുക്കാൻ പാടില്ല. എന്തിനധികം ഭക്ഷണ സാധനങ്ങൾ പോലും കൊടുക്കാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ കഅബയുടെ ചുമരിൽ തന്നെ എഴുതി തൂക്കിയവർ അതിൻ്റെ ആദ്യത്തിൽ ബിസ്മി എഴുതുകയും ചെയ്തു. വലിയ പ്രയാസം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച സമയമാണത്. അവിടെയാണ് ഖദീജ ബീവിയെ പോലെയുള്ളവരെ പ്രത്യേകം എടുത്തു പറയുന്നത്. കാരണം നേരത്തെ ഏതെല്ലാം അവസ്ഥയിൽ ജീവിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മക്കയിൽ തന്നെ ഏറ്റവും വലിയ കച്ചവടക്കാരി, ഏറ്റവും വലിയ ബിസിനസ് നടത്തുന്ന ഉമ്മ, ഏറ്റവും വലിയ ക്യാഷുള്ള പണമുള്ള ബീവി, ഈ അവസ്ഥയിലൊക്കെ നേരത്തെ ജീവിച്ച് ആ ജീവിതത്തിൽ തന്നെ മുഴുകിപ്പോന്ന അവർ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒറ്റ പോയിന്റിൽ നിൽക്കുകയാണ്. ഹബീബായ തങ്ങളിലുള്ള വിശ്വാസം അതൊരു ഭർത്താവ് എന്ന നിലയിലല്ല, പിന്നെയോ അത് റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിലുള്ള ബന്ധമാണ്. ആ ബന്ധം ഭർത്താവ് എന്നുള്ള കേവലം ബന്ധത്തിലല്ലല്ലോ അത്. അവർ വിളിക്കുന്നത് തന്നെ യാ റസൂലല്ലാഹ് എന്നാണ്. ആയിഷ ബീവിയും അങ്ങനെയാണ് വിളിച്ചത്, എല്ലാ ഭാര്യമാരും അങ്ങനെയാ വിളിച്ചത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും വിളിച്ചത് അങ്ങനെയാണ്. അപ്പൊ ആ ബന്ധത്തിൽ അവരെല്ലാം മറക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല. മക്കക്കാർ മുഴുവനും ബഹിഷ്കരിച്ചപ്പോൾ അബൂ താലിബ് എന്ന് പറയുന്ന ആ മലഞ്ചെരുവിൽ അവർ താമസിക്കുകയാണ് മാസങ്ങളോളം. ആ കാലയളവിൽ അവിടെ തിന്നാൻ ഭക്ഷണങ്ങളില്ല. ഭക്ഷണം മക്കയിലുണ്ട്, പക്ഷേ ഒരു കടയിൽ പോയാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർ ഭക്ഷണം കൊടുക്കുന്നില്ല, സാധനങ്ങൾ കൈമാറുന്നില്ല. പൂർണ്ണമായ ബഹിഷ്കരണമാണ്. പക്ഷേ ഖദീജ ബീവിയെ പോലെയുള്ളവർ ആ ഘട്ടത്തിൽ കൂടെ നിന്നുകൊടുത്തു എന്നതാണ് അവരുടെ വലിയ മഹത്വം. ഇത് നടക്കൂലെന്ന് പോയില്ലല്ലോ അവർ, ഇത് പറ്റൂല എന്ന് പറഞ്ഞ് മാറിപ്പോയിട്ടില്ല അവർ. അവർക്ക് ഏറ്റവും വലുത് മുത്തു റസൂലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് സ്വഹാബികൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇലകളായിരുന്നു ഭക്ഷിച്ചിരുന്നത്. കാരണം മറ്റൊന്നുമില്ല, കിട്ടുന്ന ഇലകളൊക്കെ പറിച്ചു തിന്നും. ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അന്ന് ഞങ്ങൾ
അങ്ങനെയായിരുന്നു കാഷ്ടിച്ചിരുന്നത്. ഇലകളാണല്ലോ തിന്നുന്നത്. അങ്ങനെ ഇലകൾ ഭക്ഷിക്കേണ്ടി വന്ന സമയത്ത് പോലും നേരത്തെയുള്ള അവസ്ഥ ഒന്നും നോക്കാതെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒറ്റ പോയിന്റിൽ, ഒരു മഹബ്ബത്തിൽ അവരലിഞ്ഞു ചേരുകയാണ്. വലിയ മഹത്വല്ലേ അത്? പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ മുഴുവനും കാലിടറിപ്പോകുന്ന ഘട്ടങ്ങളാണത്. മക്കയിൽ തന്നെ ഉണ്ടായ അവസ്ഥകൾ. പലരും ആ സമയത്ത് പോയോലുണ്ട്, ഇതൊന്നും ആവൂല എന്ന് പറഞ്ഞു പോയോലുണ്ട്. പക്ഷേ ഖദീജ ബീവിയെ പോലെയുള്ളവരവിടെ അടിയുറച്ചു നിൽക്കുകയാണ്. ഏറ്റവും വലിയ മഹബ്ബത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ബീവി മാറുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് വലിയ വലിയ സംസാരങ്ങൾ സംസാരിച്ചത്. ഖൈറു നിസാഇഹാ, അതാ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീകളിൽ നിന്ന് പൂർണ്ണത കൈവരിച്ചവർ വളരെ കുറവാണ്. അന്ന് ആ കാലത്ത് മറിയം ബീബി ഉണ്ടായിരുന്നു. ഖൈറു നിസാഇഹാ മറിയം ബിൻതു ഇമ്രാൻ വ ഖൈറു നിസാഇഹാ ഖദീജ സദഖ റസൂലുള്ളാഹ്. ഈ ഉമ്മത്തിൽ എല്ലാം പൂർത്തിയാക്കി ആ മഹബ്ബത്ത് സമർപ്പിച്ചവർ എൻ്റെ ഖദീജയാണെന്ന് ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയെ പരാമർശിക്കാതെ, അവിടത്തെ കുറിച്ച് പറയാതെ ഇസ്ലാമിന് ചരിത്രമില്ല. ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായം തന്നെ കാണാം. ബാബു തസ്വീജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത വഫദ്ലിഹാ റളിയല്ലാഹു അൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാന്റെ റസൂല് ഖദീജ ബീവിയെ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറയുന്ന അധ്യായം. അതില് പ്രസിദ്ധമായ 2 ഹദീസ് മാത്രം നമുക്ക് വായിക്കാം. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സമയം പോലെ പറയാം. മഷ്ഹൂറായ ബുഖാരിയുടെ അറിയപ്പെട്ട ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നത്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ വമാ റഅയ്തുഹാ വലാകിൻ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ. ബുഖാരിയുടെ ഹദീസിൽ കാണാം, ആയിഷ ബീവി പറയുന്നത്, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല ഭാര്യമാരുണ്ട്. ഖദീജ ബീവി ഭാര്യയായ സമയത്ത് വേറെ ഭാര്യയില്ല. ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് ഹബീബായ തങ്ങൾക്ക് മക്കളുണ്ടായത്. ഇബ്രാഹിം എന്നവർ ഒഴികെ അവർ മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നാണ്. അപ്പോൾ ഫാത്തിമ ബീവിയുടെ ഉമ്മ ഉമ്മുൽ ഖാസിം എന്നൊക്കെ അവരെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നത് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി വഫാത്തായതിനു ശേഷം ആയിഷ ബീവിയെ വിവാഹം ചെയ്യുന്നു, സഫിയ ബീവിയെ വിവാഹം ചെയ്യുന്നു. ആ സമയത്താണ് ആയിഷ ബീവി പറയുന്ന വാക്ക്, ഹബീബായ തങ്ങൾ എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് പറയും. ചിലപ്പോഴൊക്കെ എനിക്ക് എന്താ അതിങ്ങനെ പറയാൻ എന്ന് തോന്നാറുണ്ട്. അത് അവർക്കിടയിലുള്ള ആ ഒരു രസകരമായ അനുഭവമാണ് ബീവി പറയുന്നത്. എന്തോ വേറെ ദേഷ്യം പിടിച്ച് പറയുന്നതല്ല, അവരെ മഹത്വം ഇങ്ങനെ പറയും. അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കാറുണ്ട്. മാ ഗിർതു അലാ ഖദീജ മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എപ്പോഴും ഖദീജ ബീവിന്റെ മദ്ഹ പറയാ.
അപ്പം അതുകൊണ്ട് തന്നെ അതെന്താ ഈ മദ്ഹ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിപ്പോകും. എന്നിട്ട് പറയാ യുക്സിറു ദിക്റഹ, ഖദീജ ബീവിയുടെ മഹത്വം മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കും. റുബമാ ദബഹ ശാത്ത്, പലപ്പോഴും ആടിനെ അറുക്കും. ثم يقطعها أعضاء ثم يبعثها في صدائق خديجة, അതിനെ കഷ്ണങ്ങളാക്കും. എന്നിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് അത് പ്രത്യേകം കൊടുത്തയക്കും മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഫറുബ്ബമാ ഖുൽതു ലഹു, അങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ എപ്പോഴും മദ്ഹ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് വിതരണം ചെയ്യും ബീവിക്ക് വേണ്ടി. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ റുബ്ബമാ ഖുൽതു ലഹു, ഞാൻ നബി തങ്ങളോട് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, കഅന്നഹു ലം യകുൻ ഫിദ് ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, നിങ്ങളെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ ഖദീജ അല്ലാത്ത വേറൊരു പെണ്ണും ദുനിയാവിലില്ലാത്ത പോലുണ്ടല്ലോ. അതവർ തമ്മിലുള്ള സംസാരങ്ങളാണ്. ഹബീബായ തങ്ങൾക്ക് ഭാര്യയാണ് ഖദീജ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം റസൂൽ കൊടുക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മറ്റുള്ളവരെ ഇടപെടേണ്ടതില്ലല്ലോ. അപ്പോൾ അതാ പറയുന്നത്, ദുനിയാവിൽ ഇനി വേറൊരു പെണ്ണും ഇല്ലാത്ത പോലുണ്ടല്ലോ നിങ്ങളെ ഈ സംസാരവും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ കണ്ടാൽ. ഖദീജ അല്ലാത്ത വേറെ പെണ്ണൊന്നും ഇല്ലാത്ത രൂപമുണ്ടല്ലോ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നഹാ കാനത് വകാനത് വകാന ലീ മിൻഹാ വലദ്. അത് പറയുമ്പോൾ ആയിഷ ബീവി പറയുന്നത് വീണ്ടും മദ്ഹ് പറയാൻ തുടങ്ങും. ആയിഷ അതിനൊക്കെ അറിയാത്തത് കൊണ്ടാണ് അവരുടെ മഹത്വം. നീയൊന്നൊന്നില്ല എന്ന് പറഞ്ഞാൽ ആ കൂടല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലം വല്ലാത്തൊരു കാലം. വഹീ ലഭിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം നടന്ന ആദ്യകാലങ്ങൾ, ഏതെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം അക്രമങ്ങൾ. ആ കാലഘട്ടത്തിൽ അവർ എൻ്റെ കൂടെ നിന്നു. ആയിഷ, അവരിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത്. അന്നവർ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് ആയിഷ. പിന്നെയും ആയിഷ ബീവിയോട് അതിൻ്റെ മഹത്വം ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ്. അത്രയും പറയാനുണ്ടത് ആ കാലത്തെ. അതുകൊണ്ടാണല്ലോ ഖദീജ ബീവി വഫാത്തായി. ആ വർഷം തന്നെയാണ് അബൂ ത്വാലിബ് എന്നവരും വഫാത്താകുന്നത്. രണ്ട് പ്രത്യേകമായ അത്താണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായമായി, വലിയ താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ആ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ അവർ വഫാത്തായപ്പോൾ ആ വർഷത്തിന് ചരിത്രം നൽകിയ പേര് ആമുൽ ഹുസ്ൻ എന്നാണ്. ദുഃഖവർഷം, ആമുൽ ഹുസ്ൻ. കാരണം അതോടുകൂടി ശത്രുക്കളുടെ അതിശക്തമായ അക്രമങ്ങളാ പിന്നെ നടക്കുന്നത്. ഖദീജ ബീവി ഇല്ല, അബൂ ത്വാലിബ് എന്നവരില്ല. വല്ലാതെ സഹായിച്ചവരായിരുന്നല്ലോ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അക്രമ പരമ്പരകൾ അതിശക്തമായി. അതിനുശേഷമാണ് പിന്നീട് ത്വായിഫിലേക്കുള്ള യാത്ര വരുന്നത്. അതിനുശേഷമാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളെപ്പോലെയുള്ളവരൊക്കെ കാനത്ത് ഖദീജ തൂഫിയത്ത് ഖബ്ല അൻ തുഫറള സ്വലാ, നിസ്കാരം ഫർളാക്കപ്പെടുന്നതിന് മുമ്പ് ബീവി വഫാത്തായി പോയി. മിഅ്റാജ് സംഭവിക്കുന്നു. ആ മിഅ്റാജ് സംഭവത്തിലാണല്ലോ നിസ്കാരം ഫർളാക്കുന്നത്. അതിനു മുമ്പ് തന്നെ ബീവി വഫാത്തായി പോയി. ഇത് നമ്മൾ പഠിക്കേണ്ടിയാണ്. നിസ്കാരം നോമ്പൊക്കെ നിർബന്ധമായ കാര്യമാണ്. അവ്വലു വഖ്തിൽ അത് ചെയ്യാൻ നിർദ്ദേശിക്കുന്നവരാണ് മശായിഖന്മാർ.
നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ അതിൻ്റെ പ്രാധാന്യം കേട്ടത് ശൈഖുനയുടെ നമ്മുടെ മശായിഖന്മാരെ മുമ്പിലെത്തിയപ്പോഴല്ലേ. അത്രയും വലിയ മഹത്തുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പഠനമുണ്ട്. അതെന്താ? നിസ്കാരമാണ് അല്ലെങ്കിൽ നോമ്പാണ് എന്നെ ഖബറിൽ രക്ഷപ്പെടുത്തുന്ന വസ്തു, അല്ലെങ്കിൽ മഹ്ശറയിൽ എന്നെ സലാമത്താക്കുന്നത് എന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നില്ല. അതാ ബന്ധമാണ്. ഇപ്പൊ നമ്മൾ നോക്ക്, ഖദീജ ബീവിക്കാ നമുക്കാ മഹത്വം. ഖദീജ ബീവി ഒറ്റ ഫർദ് നിസ്കരിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞ്. നിസ്കാരം നിർബന്ധാക്കുന്നതിന് മുമ്പ് ബീവി വഫാത്തായി പോയി. നോമ്പ് പിന്നെ പറയേണ്ടതില്ല, അതിൻ്റെ ഒക്കെ ശേഷമാണ് നോമ്പ് ഫർദാക്കണം. ഹജ്ജ് പിന്നെ അതിൻ്റെ ശേഷമാണ്, സക്കാത്തൊക്കെ അതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഖദീജ ബീവിൻ്റെ ജീവിതത്തിൽ ഫർദ് നിസ്കാരം, സക്കാത്ത്, അതേപോലെ തന്നെ നോമ്പ്, ഹജ്ജ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫർദും ബീവി നിസ്കരിച്ചിട്ടില്ല, ഒരു ദുഹ്റും നിസ്കരിച്ചിട്ടില്ല. കാരണം അന്ന് ഫർദാക്കിയിട്ടില്ല. അപ്പൊ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ബീവിയുടെ ഏതെങ്കിലും ഒരു മഹത്വത്തിന് കുറവുണ്ടോ? എന്താ സംഭവം? ബീവിയും മുത്തു റസൂലും തമ്മിലുള്ള ആ മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മാനദണ്ഡം. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തും സത്യത്തിൽ അടിയുറച്ചു നിന്നതും ആ ഒരു നിൽപ്പും ആ മഹബ്ബത്തും അതാണ് ബീവിയെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. ഞാൻ ഇതിൻ്റെ അർത്ഥം നിസ്കരിക്കണ്ട, അതിന് ശ്രേഷ്ഠതല്ല, നിസ്കരിക്കാതെ രക്ഷപ്പെടും എന്നൊന്നും അതിനർത്ഥമല്ല. ഒക്കെ നമ്മൾ പറഞ്ഞതാ. നിസ്കാരം നിർബന്ധമാണ്, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവ്വല് വക്തിൽ ചെയ്യണം, ജമാഅത്തായി ചെയ്യണം. ഇതൊക്കെ പറയുന്നവരും ചെയ്യുന്നവരുമാണ് നമ്മൾ. പക്ഷേ നിസ്കാരമെന്നതല്ല നമ്മളെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുന്ന ഒരു അമലുമല്ല. അമലിനെ അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയൂല. അമല് രക്ഷപ്പെടുത്തെങ്കിൽ ഈ വഹാബികളൊക്കെ രക്ഷപ്പെടൂലേ? നിസ്കാരം നോമ്പില്ലാത്ത ഏത് വഹാബികൾ ഇവിടെ ഉള്ളത്? അപ്പൊ ആ ബന്ധം, ആ ഇസ്തിഖാമത്ത്, ആ ഹിദായത്ത്, അതാണ് ഇവിടെ പ്രധാനം. അതുണ്ടായിട്ട് നിസ്കരിക്കണം, അതുണ്ടാക്കിയെടുക്കണം. ആ ബന്ധം, അതാണ് മശായിഖുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം ഉണ്ടായിരിക്കേ നിസ്കരിക്കണം. അത് കാവലാണ് ആ ബന്ധം നിലനിൽക്കാൻ. റമദാനിന് വലിയ മഹത്വം കൽപ്പിക്കണം. അവർ പറയും, ആ പറയൽ നടന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഭംഗിയിൽ ചെയ്യണം. ഓരോന്നും തിരിച്ചു മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് അങ്ങ് ഉണ്ടായപ്പോൾ അല്ലാഹു തആല അവർക്ക് കൊടുത്ത മഹത്വം എന്താ? ഒരു ഹദീസ് കൂടി കേൾക്കാം. സഹീഹുൽ ബുഖാരി. അതാ ജിബ്രീൽ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, ഖദീജ ബീവിയെ കുറിച്ചാണ് അന്ന് ജിബ്രീൽ സംസാരിച്ചത് റളിയല്ലാഹു അൻഹാ. ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, ഫഇദാ ഹിയ അതത്ക ഫഖറ അലൈഹ السلام മിർ റബ്ബിഹാ വമിന്നി. ഖദീജ ബീവിയോട് അല്ലാഹ് പ്രത്യേകം സലാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് അവരോട് പറയണം. ഖദീജ ബീവിക്ക് അല്ലാഹ് തന്നെ സലാം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഞാനും അവരുടെ റബ്ബും സലാം പറഞ്ഞയച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഹുവസ്സലാം. ബീവി സലാം അടക്കി. അപ്പൊ അല്ലാഹ് തന്നെ നേരെ സലാം പറയുന്ന അവസ്ഥയിലേക്ക് ബീവി ഉയർന്നല്ലോ. മാത്രല്ല, വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന. ഖദീജ ബീവിക്ക് സന്തോഷമറിയിക്കൂ നബിയേ, അങ്ങയുടെ കൂടെ ഉറച്ചു നിന്ന് ഈ ത്യാഗങ്ങളൊക്കെയും സഹിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ ബീവിക്ക് സ്വർഗത്തിൽ വലിയ വീടുണ്ടെന്ന്
സന്തോഷവാർത്ത അറിയിച്ചോളൂ നബിയേ. അല്ലാഹ് തന്നെ നേരിട്ട് സലാം പറഞ്ഞ അവസ്ഥയിലേക്ക് ബീവി ഉയർന്നു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു. വലിയ മഹത്വം ഈ ഉമ്മത്തിന്റെ ഉമ്മയായി, മാതൃകയായി എന്നും നിലനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ രൂപത്തിൽ നിന്നതിൽ അവർക്ക് കിട്ടിയ മഹത്തായ ഭാഗ്യമെന്താ? നാളെ സ്വർഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എന്നും എവിടെയും ആ ബന്ധം നിലച്ചിട്ടില്ല. ആലമുൽ ബർസഖിലും ആലമുൽ ഹശ്റിലും എവിടെയും ആ ബന്ധം അങ്ങനെ തന്നെ തുടർന്ന് നിൽക്കുകയാണ്. നമുക്ക് തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വല്ലതും കിട്ടണമെങ്കിൽ ബീവിയുടെ ശഫാഅത്ത്, ബീവിയുടെ ഇടപെടൽ ആവശ്യമാണ് എന്നാണ് നമ്മുടെ മശായിഖന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവരെ മഹബ്ബത്ത് വെച്ച്, അവരോട് സ്നേഹം പ്രകടിപ്പിച്ച്, അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പഠിച്ച്, അവർ സഹിച്ച ത്യാഗങ്ങളിൽ മാതൃക കണ്ടെത്തി ഏതൊക്കെ പ്രതിസന്ധികളും പ്രയാസഘട്ടങ്ങളും വന്നാലും ഹക്കിൻ്റെ കൂടെ, സത്യത്തിൻ്റെ കൂടെ കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ അഹ്ലിലായി ഉറച്ചു നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവിയുടെ ബറക്കത്ത്, അവരുടെ മദദ്, അവരുടെ ആ ഒരു വലിയ സഹായം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. മശായിഖന്മാരുടെ അഹ്ലിൽ, അവരുടെ ഇഷ്ടപ്പെട്ട, അവർ തൃപ്തിപ്പെടുന്ന ആളുകളിൽ അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട്, മദദ് കൊണ്ട് എന്നും നമ്മളെ ഉൾപ്പെടുത്തട്ടെ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم بارك لنا في يومنا هذا بركة تامة ببركة أمنا خديجة رضي الله عنها. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.